ഹലോ. LPUP സിലബസിലുള്ളതും മറ്റ് PSC പരീക്ഷകളിൽ സിലബസിലില്ലെങ്കിലും ചോദ്യങ്ങൾ വരാറുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ലോകചരിത്രത്തിലെ നദീതട സംസ്കാരങ്ങൾ എന്ന ഭാഗം. 2025 10th പ്രിലിംസിലെ ഒന്നാമത്തെ ചോദ്യമായിരുന്നു ഹരപ്പൻ സംസ്കാരത്തിൽ ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏത് എന്നുള്ളത്. ഇതിനുത്തരം ധോളാവീര. നദീതട സംസ്കാര ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും പുരാതന നദീതട സംസ്കാരം ഏത്? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. ലോകത്തിലെ ഏറ്റവും പുരാതന നദീതട സംസ്കാരം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്ന നദികൾ ഏതെല്ലാം? ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിൽ എന്നുള്ളതാണ്. രണ്ട് നദികൾക്കിടയിലെ ഭൂമി എന്നർത്ഥമുള്ള പദം ഏത്? മെസൊപ്പൊട്ടേമിയ. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്ന നദി ഏത്? നൈല്. നൈലിൻ്റെ ദാനം എന്ന് ഈജിപ്തിനെ വിശേഷിപ്പിച്ചത് ഹെറഡോട്ടസ് ആണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേര് ഹരപ്പൻ സംസ്കാരം. ഹരപ്പയിൽ നിന്നാണ് സിന്ധു നദിയുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള തെളിവുകൾ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരം എന്നുകൂടി ഇതിന് പേര് വന്നിട്ടുള്ളത്. ചൈനീസ് സംസ്കാരം വളർന്ന നദി ഹുയാങ്ഹോ നദി. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹുയാങ്ഹോ. സിന്ധു സംസ്കാരം ഏത് യുഗത്തിൽപ്പെട്ടതാണ്? വെങ്കലയുഗം. വെങ്കലയുഗത്തിൽപ്പെട്ട സംസ്കാരങ്ങൾ തന്നെയാണ് സിന്ധു നദിയുടെ സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നിവ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം. സിന്ധു നദിയുടെ സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷൽ ആണ്. ഹരപ്പൻ ജനതയെ മെസൊപ്പൊട്ടേമിയക്കാർ വിളിച്ചിരുന്ന പേര് മെലൂഹ എന്നതാണ്. ഹരപ്പൻ സംസ്കാരം കണ്ടെത്തിയ വർഷം 1921. ഹരപ്പ കണ്ടെത്തിയതാരാണ്? ഹരപ്പ എന്ന പ്രദേശം കണ്ടെത്തിയത് ദയറാം സാഹ്നിയാണ്. മോഹൻജദാരോ കണ്ടെത്തിയത് രാഘൽദാസ് ബാനർജി അല്ലെങ്കിൽ RD ബാനർജി. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാൻ. ഹരപ്പ സ്ഥിതി ചെയ്യുന്ന രാജ്യവും പാകിസ്ഥാൻ തന്നെയാണ്. സിന്ധു സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരം മോഹൻജദാരോ ആണ്. ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയ നഗരവും മോഹൻജദാരോ. തുറമുഖ നഗരമായി അറിയപ്പെടുന്നത് ലോഥലാണ്. മരിച്ചവരുടെ കുന്ന് എന്നർത്ഥമുള്ള നഗരം ഏതാണ്? മോഹൻജദാരോ. സിന്ധു സംസ്കാരത്തിലെ ധാന്യപ്പുരയ്ക്ക് പ്രശസ്തമായ നഗരം ഹരപ്പ. ഹരപ്പൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത ധാന്യം ഗോതമ്പ്. പരുത്തി കൃഷി ചെയ്ത ആദ്യ സംസ്കാരവും സിന്ധു നദീതട സംസ്കാരമാണ്. ലോഥൽ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. കാളിബംഗൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ധോളാവീര ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. സിന്ധു സംസ്കാരത്തിൽ ആരാധിക്കപ്പെട്ട ദേവത മാതൃദേവത. പശുപതി മുദ്ര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? സിന്ധു സംസ്കാരം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന ജനവിഭാഗം സുമേറിയർ ആണ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ തന്നെ വരുന്ന 4 സംസ്കാരങ്ങളാണ് സുമേറിയൻ, കാൽദിയൻ, അസീറിയൻ, ബാബിലോണിയൻ. സുമേറിയർ കണ്ടുപിടിച്ച ലിപി ക്യൂണിഫോം ലിപി. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ലിപിയും ക്യൂണിഫോം ലിപിയാണ്. ലോകത്തിലെ ആദ്യ ലിഖിത നിയമസംഹിത ഹമ്മുറാബിയുടെ നിയമസംഹിതയായിരുന്നു. ഹമ്മുറാബി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഭരണാധികാരിയാണ്? ബാബിലോണിയൻ സംസ്കാരം അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം എന്നും നമുക്ക് പറയാവുന്നതാണ്. ഈജിപ്തുകാർ ഉപയോഗിച്ച ലിപി ഹൈറോഗ്ലിഫിക്സ് ലിപി. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ. ഈജിപ്തിലെ പ്രശസ്ത ശവകുടീരങ്ങൾ അറിയപ്പെടുന്നത് പിരമിഡുകൾ. ലോകാത്ഭുതങ്ങളിൽ ഉൾപ്പെടുന്ന ഈജിപ്തിലെ നിർമ്മാണമാണ് ഗിസയിലെ മഹാപിരമിഡ്. ചൈനീസ് സംസ്കാരത്തിൻ്റെ മറ്റൊരു പേര് മഞ്ഞു നദീതട സംസ്കാരം. ചൈനീസ് സംസ്കാരത്തിലെ പ്രധാന ലോഹം വെങ്കലം. സിന്ധു സംസ്കാരത്തിലെ വീഥികൾ എങ്ങനെയായിരുന്നു? ഗ്രിഡ് മാതൃകയിലായിരുന്നു. ലോകത്തിലെ ആദ്യ നഗരാസൂത്രണം കാണപ്പെടുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു സംസ്കാരത്തിൻ്റെ പ്രധാന നദി സിന്ധു. സിന്ധു സംസ്കാരത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്ന മൃഗം കാള. ധോളാവീര ഏത് ദ്വീപിലാണ്? ഗാദർ ദ്വീപ്. ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കേന്ദ്രം ദൈമാബാദ്. ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ കേന്ദ്രം സുദ്ഗഗൻ ഡോറ്. ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ കേന്ദ്രം ആലങ്കിർപൂർ. ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കേന്ദ്രം മണ്ട. ആദ്യമായി ഒരു ഹരപ്പൻ മുദ്ര കണ്ടെത്തിയത് അലക്സാണ്ടർ കണ്ണിഹാം. താങ്ക് യു.